ഹലോ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഡൊമിനിക് അരുൺ എന്ന മാന്ത്രിക സംവിധായകൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കഥ. അത് ഇന്ന് വളർന്നു പന്തലിച്ച് ലോകത്തെ മുഴുവൻ അതിശയിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സായി മാറിയിരിക്കുന്നു. ലോക സിനിമാ ലോകത്തിന് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു അമൂല്യ സംഭാവന. ഇനിയും ചാപ്റ്റേഴ്സ് വരാനിരിക്കുന്നു എന്നത് പ്രേക്ഷകരെ ആകെ ത്രില്ലടിപ്പിക്കുന്നു. നമ്മുടെ സ്വന്തം ലോക സിനിമാറ്റിക് യൂണിവേഴ്സ്. ഈ ഒരു സംരംഭത്തിൽ ഡൊമിനിക് അരുണിനോടൊപ്പം ദുൽഖർ, നിമിഷ് രവി, ചമൻ ചാക്കോ, ജെയ്ക്സ് ബിജോയ്, ശാന്തി ബാലചന്ദ്രൻ തുടങ്ങിയവരും ഇതിനുവേണ്ടി പ്രവർത്തിച്ച മറ്റെല്ലാ അണിയറ പ്രവർത്തകരും വമ്പിച്ച കയ്യടി അർഹിക്കുന്നു. ഷിയും ചാത്തനും മർദ്ദയുമൊക്കെ ഇപ്പോൾ ലോകോത്തര തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. അവർക്കൊക്കെ ഒരു വലിയ താരമൂല്യം കൈവന്നിരിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ മൂവി. പൗരാണികതയും ആധുനികതയും ചേർന്നൊരു ലോകം. പുരാണം, സ്ത്രീശക്തി, സാമൂഹിക വിമർശനം, ആധുനിക ആക്ഷൻ സ്റ്റൈൽ എന്നിവ ഒക്കെ ചേർന്ന് ഒരു പുതിയ കാലം. നീലി സ്വഭാവത്തിൽ നിഷ്കളങ്കയും എന്നാൽ മാനസികമായി കരുത്തും ഉള്ളവളാണ്. അവളുടെ സംഭാഷണത്തിലും പെരുമാറ്റത്തിലും ഒരു ബാലിശതയുണ്ട്. അവളുടെ ഉള്ളിലെ ഭയങ്ങളും സംശയങ്ങളും അവളെ മനുഷ്യ സമാനമാക്കുന്നു. കുടുംബത്തോടും അടുത്ത ബന്ധങ്ങളോടും അവൾക്ക് സ്നേഹമുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഭയപ്പെടുമ്പോഴും പ്രതിസന്ധികളെ അവൾ ശക്തമായി നേരിടുന്നു. ഇതിൽ നീലി അനിയുതിയോട് പൊരുതുന്ന സ്ത്രീശക്തിയുടെ പ്രതീകമാണ്. ഇതിൽ ചന്ദ്ര പറയുന്നുണ്ട്, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇനി എന്തു ചെയ്യാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. ക്രൂരതയ്ക്ക് ക്രൂരത കൊണ്ടാണ് അവൾ മറുപടി നൽകുന്നത്. അവൾ പ്രതികാരദാഹിയാണ്. പക്ഷേ പുതിയ കാലത്തിൽ മനുഷ്യർക്ക് നീതി സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. അവൾ ശിക്ഷിക്കുന്നത് ക്രിമിനലുകളെയാണ്, സിസ്റ്റത്തിനകത്ത് അഴിമതി കാണിക്കുന്നവരെയാണ്. അവൾ ലോ എൻഫോഴ്സ്മെൻറ്റിലെ അക്രമത്തിനെതിരെ പോരാടുന്നു. ഇത്രയും കാലം സിനിമയിൽ അധികം കാണാത്ത സ്ത്രീധൈര്യത്തിൻ്റെ പ്രതിനിധി. അവൾ മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. കരഞ്ഞാലും എഴുന്നേറ്റ് മുന്നോട്ട് പോകാനും അവൾക്കറിയാം. സാധാരണ സ്ത്രീയുടെ ജീവിതത്തെയും വികാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ആത്മബന്ധമുള്ള കഥാപാത്രമാണ് ചന്ദ്രയുടേത്. നെസ്ലിൻ്റെ സണ്ണിയും കൂട്ടുകാരും പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ സാധാരണ യുവത്വത്തെ തന്നെയല്ലേ. അവർ ജീവിതം ആഘോഷമാക്കി കൊണ്ടു കടക്കുന്നു. അവർക്ക് സാങ്കേതിക ജ്ഞാനമുണ്ട്, എന്നാൽ കാഴ്ചപ്പാടിനെക്കുറിച്ച് തീർച്ചയില്ല. ചന്ദ്രയിലൂടെ അവർക്കും ചുറ്റുപാടുകളെക്കുറിച്ച് ഒരു അവഗാഹം ഉണ്ടാകുന്നില്ലേ. ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.